സിറിയയിൽ ക്രൂരമായ കൂട്ടക്കൊലകൾ. അലവിദുകളും ക്രിസ്ത്യാനികളുമാണ് കൊല്ലപ്പെടുന്നത്. 1300-ലധികം പേർ കൊല്ലപ്പെട്ടു. അമേരിക്ക ശക്തമായി അപലപിച്ചു. തുർക്കി ജിഹാദികളെ പിന്തുണയ്ക്കുന്ന ഉത്തര സിറിയ, പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്ന ഭാഗം അത്യന്തം രക്തരൂക്ഷിതമായി സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പുതിയ ഇസ്ലാമിക് ഭരണകൂടം, തുർക്കി പിന്തുണയുള്ള ജിഹാദികൾ എന്നിവരാണ് അലവിദുകളും ക്രിസ്ത്യാനികളുമായ വിഭാഗങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത്. ഭീകരാക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര അപലപനം അമേരിക്കയും റഷ്യയും ഈ ക്രൂരതകളെ ശക്തമായി അപലപിക്കുകയും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ രഹസ്യയോഗം ക്ഷണിക്കുകയും ചെയ്തു. അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ ഭീകരരെ ഉത്തരവാദികളാക്കണം എന്ന് ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഈ കൂട്ടക്കൊലകൾ ഭയാനകമാണ് എന്ന് വിലയിരുത്തി. അനവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. സിറിയൻ മനുഷ്യാവകാശ നിരീക്ഷണ വിഭാഗം നൽകിയ കണക്കുകൾ പ്രകാരം 1311 പേർ കൊല്ലപ്പെട്ടു. അതിൽ 830 പേർ നിരപരാധിയായ പൗരന്മാരാണ്. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് അലവിദുകൾ ആണ്. അതിൽ പലരും നേരിട്ട് വധിക്കപ്പെട്ടവരാണ്. അൽ മുഖ്തരിയ നഗരത്തിൽ 40-ലധികം ആളുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ദൃശ്യങ്ങളിൽ തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതും പലയിടങ്ങളിലും വീട്ടമ്മമാരോട് ആഭരണങ്ങൾ നീക്കം ചെയ്യാൻ നിർബന്ധിക്കുന്നതും കാണാം. സിറിയയുടെ നിലവിലെ ഭരണകൂടം അലവിദുകൾക്ക് സുരക്ഷ ഉറപ്പു നൽകണമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഈ കൂട്ടക്കൊലകൾ അതിശക്തമായ ഭീതി ഉണ്ടാക്കി. കഴിഞ്ഞ ഞായറാഴ്ച ദമാസ്കസിൽ ശക്തമായ ബഹുജന പ്രതിഷേധമുണ്ടായി. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സിറിയൻ ഭരണകൂടം സംഭവങ്ങൾ അന്വേഷിക്കുവാൻ 7-അംഗ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. അതേസമയം തുർക്കി ഇതിനെ സിറിയൻ ഭരണകൂടത്തിനെതിരായ ഉദ്ദേശപ്രേരിതമായ പ്രകോപനം എന്ന് വിശേഷിപ്പിച്ചു. വാഷിംഗ്ടൺ, മോസ്കോ ഐക്യരാഷ്ട്രസഭ സുരക്ഷിത സമിതിയെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഒരുങ്ങുന്നു. അമേരിക്കയും ബ്രിട്ടനും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിറിയൻ ജനതയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് ക്രൈസ്തവ സഭകളും അന്താരാഷ്ട്ര സമൂഹവും. സിറിയയിലെ പാത്രിയാർക്കീസുമാർ സംയുക്ത പ്രസ്താവനയും ഇറക്കി.